എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ചെറിയ ചാപ്റ്ററാണ്, വളരെ വേഗം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് പോവാവുന്നതാണ്. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനതു ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ നമ്മൾ ഗോത്ര സമൂഹം എന്ന് പറയും. ഒരു പൊതുപ്രദേശത്ത് അവർ താമസിക്കുന്നുണ്ടാവും. അവരുടെ തനതായിട്ടുള്ള ഒരു ഭാഷയായിരിക്കും അവര് സംസാരിക്കുക. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ നമ്മൾ ഗോത്ര സമൂഹം എന്ന് പറയും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, മലയർ, ഇരുളർ, മുതുകർ തുടങ്ങിയവർ. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രവിഭാഗം ആരാണെന്ന് ചോദിച്ചാല് പണിയരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രവിഭാഗം പണിയർ. പട്ടികജാതി പട്ടികവർഗ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1976 പട്ടികജാതി പട്ടികവർഗ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1976. 1976 പട്ടികജാതി പട്ടികവർഗ നിയമ ഭേദഗതി പ്രകാരം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം 35. 1976 പട്ടികജാതി പട്ടികവർഗ നിയമ ഭേദഗതി പ്രകാരം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം 35. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം ഊരാണ്. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര്. ഊരിന്റെ നേതാവിനെ വിളിക്കുന്ന പേര് ഊരുമൂപ്പൻ എന്നാണ്. ഊരിന്റെ നേതാവിനെ വിളിക്കുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഊരുമൂപ്പൻ എന്നാണ്. ഗ്രാമങ്ങളിലുള്ളവരെ നഗരങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് തൊഴിലും വിദ്യാഭ്യാസവും. ഗ്രാമങ്ങളിലുള്ളവരെ നഗരങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് തൊഴിലും വിദ്യാഭ്യാസവും. നഗരസമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചേരികള്, മലിനീകരണം, ഗതാഗത കുരുക്ക് എന്നിവ. നഗരസമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചേരികള്, മലിനീകരണം, ഗതാഗത കുരുക്ക് എന്നിവ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററുകളിലൊന്നാണ്. അധികമായിട്ട് പോയിന്റ്സ് ഒന്നുമില്ല. കൃത്യമായിട്ട് ഒരു പ്രാവശ്യം ഒരു തവണ നന്നായിട്ടൊന്ന് ചാപ്റ്റർ വായിച്ചു നോക്കിയാൽ തന്നെ ഇതിൽ നിന്ന് PSCയിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.